ഹലോ എവരി വൺ വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മട്ടർ പനീറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി കൂട്ടാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഒരു ചപ്പാത്തിയൊക്കെ കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന, അല്ലെങ്കിൽ തീരെ വിശപ്പില്ലെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് കൂട്ടാനുണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ 3-4 ചപ്പാത്തി നമുക്ക് കൂട്ടാനും കൂട്ടി കഴിക്കാൻ പറ്റും. അത്ര നല്ല അടിപൊളി ടേസ്റ്റ് ആകട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഒരു കടായി എടുക്കുക. കടായിൽ കുറച്ച് അധികം എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അത് 200 ഗ്രാം ഞാനാണെങ്കിൽ പനീർ എടുത്തിട്ടുണ്ട്. പനീർ നമുക്കിതുപോലെ ക്യൂബ്സാക്കി മുറിച്ചെടുക്കണം. എന്നിട്ട് നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് ഈ എണ്ണയ്ക്കകത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി അങ്ങ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ പിന്നെ ഒത്തിരി അങ്ങ് റബ്ബർ പോലെ അങ്ങ് ആവും, അല്ലെങ്കിൽ ചൂയി പോലെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട് ഒത്തിരി ഹാർഡായി പോകാൻ തോന്നുവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം എടുക്കുക. അതാണെങ്കിൽ നമുക്ക് ഒത്തിരി തിളച്ച വെള്ളമല്ല, നോർമൽ ചൂടുവെള്ളം എടുത്തിട്ട് അത് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് ഇളക്കി അതിന് ശേഷം ഈ പനീറിനകത്ത് ഡിപ്പ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ പനീർ. അപ്പോൾ അത് നമുക്കത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ആ കടായിലേക്ക് തന്നെ 2 സവാള നീളനെ അരിഞ്ഞത്, ഒരു 5 പച്ചമുളക് എരിവുള്ളത് അതും നീളനെ അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ നമുക്കാണെങ്കിൽ വെളുത്തുള്ളിയും പിന്നെ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടിടുക. എല്ലാം നമുക്ക് മുഴുവനായിട്ട് കൊടുക്കാവേ. എന്നിട്ടാണ് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കണം. എല്ലാം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടും സ്വത്തേ ആയി കഴിയുമ്പം 2 സവാള എടുത്തതിന് 2 തക്കാളി എടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളിയാണെങ്കിൽ ഇച്ചിരി വലിയ സൈസിലെടുക്കണേ, 3 എടുക്കണം. അപ്പോൾ അതും കൂടി നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഈ തക്കാളി സവാളയൊക്കെ എല്ലാം വഴണ്ട് വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് അടച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞു വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയെന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ. അപ്പോൾ അത് തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. തണുത്ത് കഴിഞ്ഞ് നമുക്ക് മിക്സി ജാറിലിട്ട് ഇതിൻ്റെ പ്യൂരി റെഡിയാക്കി എടുക്കണം. തീരെ വെള്ളം ഒഴിക്കാൻ പാടില്ല, വെള്ളം ഇല്ലാതെ തന്നെ വേണം ഇതിൻ്റെ പ്യൂരി റെഡിയാക്കി എടുക്കാനായിട്ട്. ഫൈൻ പ്യൂരി റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഫൈൻ പ്യൂരി ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാണാം ഇതെങ്ങനെയായും കൂട്ടാൻ റെഡിയാക്കുന്നതെന്ന്. ആ കടായിലേക്ക് തന്നെ ഞാൻ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കാണെങ്കിൽ അത് നന്നായി ചൂടായി കഴിയുമ്പോൾ ചെറിയ ജീരകം ഒന്ന് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് പൊട്ടി കഴിയുമ്പം നമുക്ക് ആ കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ ബേ ലീവ്സ് ഇതെല്ലാം നമുക്ക് ഇട്ടെടുക്കാം. ഒരു 2 കഷ്ണം ചെറിയ 2 കഷ്ണം കറുവാപ്പട്ട, 3 ഗ്രാമ്പൂ, 2 ഏലക്ക, പിന്നെ ബേ ലീവ്സ് ഇട്ട് നന്നായിട്ടൊന്ന് സ്വത്തേ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഒരു സവാള പൊടിയായി അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കണം. നന്നായിട്ട് അതും കൂടെ ഒന്ന് സ്വത്തേ ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ബ്രൗണിഷ് കളർ ആയി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്കകത്ത് മസാല ആഡ് എടുക്കാം. മസാല നമ്മുടെ ഹോം മെയ്ഡ്, നമ്മുടെ വീട്ടിലുള്ള മസാല തന്നെ, ഒത്തിരി അല്ലാത്തൊന്നും പുറത്തുനിന്നുള്ള മസാലയൊന്നും അല്ല നമ്മൾ ആഡ് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ കശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകം പൊടിച്ചത് വറുത്ത് പൊടിച്ചത് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ഹോം മെയ്ഡ് ഗരം മസാല 1 ടീസ്പൂൺ അതും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതെല്ലാം ഒന്ന് സോത്തേ ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മസാല ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണേ. എണ്ണയൊക്കെ തെളിഞ്ഞതുപോലെ ആയി കഴിയുമ്പം നമുക്കത് നമ്മൾ തക്കാളിയും സവാളയൊക്കെ പ്യൂരി റെഡിയാക്കി വെച്ചേക്കുന്നില്ല, അത് നമുക്ക് അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം ആദ്യം ഒരു 1/4 കപ്പ് വെള്ളം മിക്സി ജാറിലോട്ട് തന്നെ ഒഴിച്ച് നമുക്കതൊന്ന് മിക്സാക്കി ഒഴിച്ചു കൊടുക്കാം. ഒന്നും വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. പിന്നെ അത് ഒരു 1/4 കപ്പും കൂടെ പിന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ടോട്ടൽ ഞാൻ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കാൻ പോകുമ്പോൾ ഒത്തിരി വില കൊടുത്തൊക്കെ കൂട്ടാനൊക്കെ മേടിച്ച് കഴിക്കും. വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഈ റെസ്റ്റോറൻറ്റിലൊക്കെ കൂട്ടാൻ നമ്മൾ മേടിച്ച് കഴിക്കുമ്പോൾ ഇച്ചിരി ഒരു കുഴഞ്ഞിരിക്കുന്ന പാകമല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വേണം. ഇതിന് ഒത്തിരി ഗ്രേവിയൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ ഫ്രഷ് ഗ്രീൻ പീസൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനാണെങ്കിൽ കുക്കറിലിട്ട് 1 വിസിലടിപ്പിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെന്തിരിക്കുക കേട്ടോ എൻ്റെ. അതോ നിങ്ങളുടെ ആണെങ്കിൽ ഉണക്ക വട്ടട കിട്ടുവാണെങ്കിൽ, ഗ്രീൻ പീസ് കിട്ടുവാണെങ്കിൽ രാത്രി കുതിർത്തി വെച്ചിട്ട് കുക്കറിൽ നിന്ന് വേവിച്ചെടുത്തിട്ട് വേണേ ചെയ്യാനായിട്ട്. 1 ടീസ്പൂൺ ഞാനാണെങ്കിൽ കസൂരി മേത്തി ഒന്ന് ക്രഷ് ചെയ്ത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പനീർ ഫ്രൈ ചെയ്ത് വെച്ചേക്കാം. അതും കൂടെ നമുക്ക് അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്കാണെങ്കിൽ ഇതൊന്ന് അടച്ച് ഒരു തള വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഫ്രണ്ട്സ്, ഇനി മുന്നോട്ടൊക്കെ എന്തൊക്കെയാണ് വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ അറിയിക്കുവാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷമായിരിക്കും കേട്ടോ. ഒത്തിരിയൊന്നും തപ്പേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എന്താ പറയുന്നത് വെച്ചാൽ അത് തന്നെ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതേ ഇതൊന്ന് തള വന്ന് കഴിഞ്ഞപ്പം ഞാനാണെങ്കിൽ ഫ്രഷ് ക്രീം, അമൂലിൻ്റെ ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുത്തേക്കാം. നിങ്ങളുടെ അതില്ലെങ്കിൽ നമ്മുടെ നോർമൽ വീട്ടിലത്തെ പാൽപ്പാടയില്ലേ, അതാണെങ്കിലും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ വെതറി കഴിഞ്ഞാൽ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മട്ടർ പനീർ റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എത്തിക്കും. ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.